അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ടെംപ്ലേറ്റ് ലിറ്ററൽസ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് ടെംപ്ലേറ്റ് ലിറ്ററൽസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ടെംപ്ലേറ്റ് ലിറ്ററൽസ് നമ്മൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വേരിയബിൾസും എക്സ്പ്രഷൻസും നമ്മുടെ സ്ട്രിങ്ങിനകത്ത് ഡയറക്ട്ലി നമുക്ക് എഴുതാനായിട്ടാണ് നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കോഡിനെ മോർ റീഡബിളും മോർ ഫ്ലെക്സിബിളും ആക്കാനായിട്ടാണ്. അതായത് നമ്മുടെ ഒരു സ്ട്രിങ്ങിനകത്ത് നമ്മളുടെ ഇടയ്ക്ക് വേരിയബിൾസും എക്സ്പ്രഷൻസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ എന്നാണ് നമുക്ക് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആക്കാനോ ഫ്ലെക്സിബിൾ കോഡ് ഫ്ലെക്സിബിളും പിന്നെ മോർ റീഡബിളും ആക്കാനായിട്ടാണ് നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ടെംപ്ലേറ്റ് ലിറ്ററൽസ് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് വാട്ട് യു ഗെറ്റ് വെൻ യു കമ്പൈൻ ഡോളർ സൈനും കേളി ബ്രാക്കറ്റ്സും ബാക്ടിക്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ് ലിറ്ററൽസ് നമുക്ക് കിട്ടുന്നത്. മൂന്ന് സിമ്പലുകൾ ഡോളർ സൈന് കേളി ബ്രാക്കറ്റ് ബാക്ടിക്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ടെംപ്ലേറ്റ് ലിറ്ററൽസ് കിട്ടുന്നത്. They neatly enclose everything within backticks with executable code placed inside the dollar signs and curly braces. Everything within backticks. അതായത് ബാക്ടിക്സിനകത്ത് എല്ലാം എൻക്ലോസ് ചെയ്ത് വെക്കും വിത്ത് എക്സിക്യൂട്ടബിൾ കോഡ് പ്ലേസ്ഡ് ഇൻസൈഡ് ഡോളർ സൈൻസ് ആൻഡ് കേളി ബ്രേസസ്. അപ്പൊ ബാക്ടിക്സിന്റെ ഉള്ളില് നമ്മള് എന്താണ് കോഡിനെ പ്ലേസ് ചെയ്യുന്നു inside the dollar signs. അപ്പൊ കേളി ബ്രാക്കറ്റ്സ് ആൻഡ് കേളി ബ്രേസസ് ബാക്ടിക്സിനകത്ത് എൻക്ലോസ് ചെയ്തിട്ട് പ്ലേസ്ഡ് ഇൻസൈഡ് ഡോളർ സൈൻസ് ആൻഡ് കേളി ബ്രേസസ്. കേളി ബ്രേസസിന്റെ ഉള്ളില് ഡോളർ സൈനിനകത്ത് കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളില് നമ്മൾ കോഡിനെ എഴുതുന്നു. മനസ്സിലായോ? അതാണ് നമ്മൾ നീറ്റ്ലി നമുക്ക് എൻക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പൊ എനിക്ക് എയും ബിയും സമ്മിന്റെയും വാല്യൂസ് എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ചാൽ സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് ടെംപ്ലേറ്റ് ലിറ്ററൽസ് നമ്മൾ എങ്ങനെയാണ് സം ഓഫ് എന്ന് വെച്ചാൽ സ്ട്രിങ്, അതായത് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ ഇത് സ്ട്രിങ് ആണല്ലോ സം ഓഫ്. പിന്നെ എനിക്ക് എന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാല്യൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ ആൻഡ് പിന്നെ ബിന്റെ വാല്യൂ തന്നെ പിന്നെ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ ഈസ് പിന്നെ എ പ്ലസ് ബി അതിന്റെ രണ്ടെണ്ണത്തിന്റെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ വിത്ത് ടെംപ്ലേറ്റ് ലിറ്ററൽസ്. നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് നമുക്ക് ഒറ്റ, അതായത് നമ്മൾ ബാക്ടിക്കിന്റെ ഉള്ളിൽ ഫുൾ കോഡ് നമ്മൾ എഴുതുവാണ്, ഫുൾ ഇത് എഴുതുവാണ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രിങ് ഇടയ്ക്ക് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ബാക്ടിക്കിന്റെ ഉള്ളില് സം ഓഫ് പിന്നെ ഡോളർ, നമ്മൾ ഈ വേരിയബിളിനകത്തുള്ള വാല്യൂസിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് ഡോളർ സൈൻ ഉള്ളില് കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ എ എന്ന് പറഞ്ഞ വേരിയബിൾ ആൻഡ് ഡോളർ. അപ്പൊ നമുക്ക് എയിനകത്തുള്ള വാല്യൂ എന്താണെന്ന് വെച്ചാൽ അതിവിടെ പ്രിന്റ് ചെയ്യും. ആൻഡ് ബി റീപ്ലേസ് ചെയ്യും. ആൻഡ് ഡോളർ ബിനകത്തുള്ള വാല്യൂ വെച്ചിട്ട് ഇത് ഈ സൈസ് ഇവിടെ പ്ലേസിൽ റീപ്ലേസ് ചെയ്യുന്നു. ഈസ് ഡോളർ കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എ പ്ലസ് ബി. അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാല്യൂ ബിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഈ പ്ലേസിൽ ആ വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇതാണ് ഏറ്റവും ടെംപ്ലേറ്റ് ലിറ്ററൽസിന്റെ മോർ റീഡബിൾ. ഇതിനേക്കാളും മോർ റീഡബിളും നമുക്ക് മോർ ഫ്ലെക്സിബിളും ഈ ടെംപ്ലേറ്റ് ലിറ്ററൽസ് ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ഡയറക്ട്ലി നമുക്ക് വേരിയബിൾസിനെ എക്സ്പ്രഷനെ ഒക്കെ കൊണ്ട് ഇടാനായിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് സ്ട്രിങ് പിന്നെ ഇടയ്ക്ക് അതിന്റെ വാല്യൂ എന്റെ വാല്യൂ ഇടയ്ക്ക് സ്ട്രിങ് ഇടയ്ക്ക് അങ്ങനെ എഴുതുന്നേക്കാളും ഭേദം ടെംപ്ലേറ്റ് ലിറ്ററൽസ് ചെയ്ത് ഡയറക്ട്ലി നമുക്ക് എംബഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമുക്ക് മോർ റീഡബിളും മോർ ഫ്ലെക്സിബിളും ആവും നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നീ എന്നാന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് ലിറ്ററൽസ് എന്ന് പറയുന്നത്.